ഹായ് ഓൾ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ്റെ ഏകദേശം 4 ക്ലാസ്സുകളോളം 4 പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സസ്പെൻഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ട് 5 ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ പറയുന്നത് പോലെ സസ്പെൻഷൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ എത്തി നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ കണ്ടതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അല്ലെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനുകൾ വരുന്ന മേഖലകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നമ്മുടെ ഡിസ്കഷൻ നമ്മൾ കൊണ്ടുപോകാൻ പോവുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻസിനെ പറ്റിയിട്ടാണ്. ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്താ ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ? എന്താ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഏതെങ്കിലും ഒരു വീലിൻ്റെ ഇഫക്റ്റ് ഒരു ഹമ്പി കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോട്ട് ഹോളിൽ വീഴുമ്പോഴോ ആ ഒരു വീല് വീഴുന്ന ഇഫക്റ്റ് ഓപ്പോസിറ്റുള്ള വീലിന് ബാധിക്കുന്നില്ലാത്ത തരത്തിലുള്ള സസ്പെൻഷൻ സെറ്റപ്പിനെയാണ് എന്ത് പറയുക, ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ആ ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷനിൽ നമ്മൾ അതിൻ്റെ പല എക്സാമ്പിളുകൾ അല്ലെങ്കിൽ അതിൻ്റെ പല ടൈപ്പുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ടൈപ്പ്? പ്രധാനമായിട്ടും ഡബിൾ വിഷ്ബോൺ ടൈപ്പ് ഉണ്ട്, മക്ഫേഴ്സൺ സ്ട്രട്ട് ഉണ്ട്, ട്രെയിലിംഗ് ആം ഉണ്ട്, മൾട്ടി ലിങ്ക് ഉണ്ട്. ഇനി ഉണ്ട് നമുക്കറിയാം സ്വിംഗിങ് ഹാഫ് ആക്സിൽ എന്ന് പറയുന്നതും പിന്നെ വെർട്ടിക്കൽ ഗൈഡ് സസ്പെൻഷനും ഒക്കെ എന്തുണ്ട്, ഈ പറയുന്നത് പോലെ ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷനിലെ എക്സാമ്പിളുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡബിൾ വിഷ്ബോൺ ടൈപ്പ്. എന്താണ് ഡബിൾ വിഷ്ബോൺ ടൈപ്പാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താ, ട്രെയിലിംഗ് ആം സസ്പെൻഷൻ രണ്ടാമത്തേതാണ്. അത് കഴിഞ്ഞ് എന്താ, സ്വിംഗിങ് ഹാഫ് ആക്സിൽ ടൈപ്പ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞിട്ട് എന്താ, മക്ഫേഴ്സൺ സ്ട്രട്ട്. ഇതാണ് മക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ. അത് കഴിയുമ്പോൾ വെർട്ടിക്കൽ ഗൈഡ് ടൈപ്പ് സസ്പെൻഷൻ. പിന്നെന്താ ഉള്ളത്, മൾട്ടി ലിങ്ക് സസ്പെൻഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള 6 സസ്പെൻഷനുകൾ ചേർന്നതാണ്, അല്ലെങ്കിൽ 6 സസ്പെൻഷനുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഈ പറയുന്ന 6 ടൈപ്പ് ഓഫ് ഇൻഡിപെൻഡൻ്റ് സസ്പെൻഷൻ സിസ്റ്റങ്ങളാണ്. അപ്പോൾ അറിയാലോ എന്താ ഇൻഡിപെൻഡൻ്റ്, ഒരു വീലിലുള്ള സസ്പെൻഷൻ സംഭവിക്കുന്ന ഇഫക്റ്റുകൾ ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ ജസ്റ്റ് അതർ സൈഡിലുള്ള വീലുകളിൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള സസ്പെൻഷൻ സെറ്റപ്പുകളാണല്ലോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുക. അപ്പോൾ റിജിഡ് ആക്സിൽ എന്തായിരുന്നു, റിജിഡ് ആക്സിൽ എന്ന് പറഞ്ഞാൽ എന്താ, 2 വീലുകളും ഒരു കോമൺ അല്ലെങ്കിൽ ഒരു സെയിം സോളിഡ് ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സസ്പെൻഷനുകളെ നമ്മൾ എന്താ പറയുക, റിജിഡ് ആക്സിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ റിജിഡ് സസ്പെൻഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഒന്നാമത്തെ ആളാരാ, ഡബിൾ വിഷ്ബോൺ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഡബിൾ വിഷ്ബോണിനെ പറ്റി നമുക്ക് നോക്കാം. എന്താണ് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ, എന്താണ് അവൻ ചെയ്യുന്നത്, അവൻ്റെ പരിപാടികൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഈ ഫിഗർ നമുക്കൊന്ന് വായിച്ചെടുക്കാം. എന്തൊക്കെയാണ് ഈ ഫിഗർ കൊടുത്തിരിക്കുക? ഈ ഫിഗറിൽ നമുക്കറിയാം 2 വിഷ്ബോണിലെ ഒന്ന് അപ്പർ വിഷ്ബോൺ കൊടുത്തിട്ടുണ്ട്, ഒന്നെന്താണ് ലോവർ വിഷ്ബോണും കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താ അപ്പർ വിഷ്ബോണും ഉണ്ട്, ഒന്നെന്താ ലോവർ വിഷ്ബോണും നമുക്കുണ്ട്. അപ്പർ വിഷ്ബോണും ലോവർ വിഷ്ബോണും. അപ്പോൾ നമുക്ക് നോക്കി 2 വിഷ്ബോണുകൾ നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഡബിൾ വിഷ്ബോൺ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, 2 വിഷ്ബോണുകൾ നമുക്കുണ്ട്. അതാണ് അപ്പർ വിഷ്ബോണും ലോവർ വിഷ്ബോണും. ഈ അപ്പർ വിഷ്ബോണിൻ്റെയും ലോവർ വിഷ്ബോണിൻ്റെയും ഇടയ്ക്ക് ആരുണ്ട്, നമുക്ക് സ്പ്രിങ് ഉണ്ട് അല്ലേ, കോയിൽ സ്പ്രിങ് ആണ് കൊടുത്തിരിക്കുക എന്ന് നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് എന്തുണ്ട്, ഈ പറയുന്നത് പോലെ അങ്ങോട്ടേക്ക് എന്തുണ്ട്, നമ്മുടെ കിങ് പിൻ കിടപ്പുണ്ട്, നമ്മുടെ വീല്. ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പാണ് നമുക്കിവിടെ കൊടുക്കുക. നമ്മൾ ഈ പറയുന്ന വിഷ്ബോണിൽ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. എന്താണ് അതിൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പർ ആൻഡ് ലോവർ വിഷ്ബോൺസ് ആർ പിവോട്ടഡ് ടു ദ ഫ്രെയിം. അറിയാലോ, നമുക്കറിയാം ഈ വിഷ്ബോൺസ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ വിഷ്ബോൺസ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുക, അപ്പർ വിഷ്ബോണും ലോവർ വിഷ്ബോണും നമുക്ക് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുക, നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രെയിമിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുക. അറിയാലോ, അപ്പർ വിഷ്ബോണും ലോവർ വിഷ്ബോണും ഫ്രെയിമിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുക, പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അറിയാലോ.
അങ്ങനെ പിവോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന വിഷ് ബോണിന് കൊടുക്കാൻ പറ്റും. അതിനാണ് പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി കോയിൽ സ്പ്രിങ് സിറ്റ്സ് ബിറ്റ്വീൻ ദ ടു വിഷ് ബോൺസ്. രണ്ട് വിഷ് ബോണുകൾക്കിടയിൽ ആരുണ്ട്? കോയിലുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയുണ്ട്? ഒരു അപ്പർ വിഷ് ബോൺ ഉണ്ട്, ഒരു ലോവർ വിഷ് ബോൺ ഉണ്ട്. ഈ അപ്പർ വിഷ് ബോണും ലോവർ വിഷ് ബോണും ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ നമുക്കറിയാം. ഇനി ഈ രണ്ട് വിഷ് ബോണുകൾക്ക് ഇടയിൽ നമുക്ക് ആരുണ്ട്? നമുക്കൊരു സ്പ്രിംഗ് ഉണ്ട്, ഒരു കോയിൽ സ്പ്രിംഗ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനി ടേക്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ലാറ്ററൽ ആൻഡ് ടോർക്ക് ലോഡ്സ്. എന്ത്? നമ്മുടെ ഈ പറയുന്ന വിഷ്ബോണുകൾ, ഇവിടെ ഇത്രയും ഈ പറഞ്ഞ കാര്യം എന്താ? വിഷ്ബോണുകൾ എടുക്കുന്ന ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പിലെ വിഷ്ബോണുകൾ എടുക്കുന്ന ലോഡുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തൊക്കെയാ? ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് വിഷ്ബോൺ എടുക്കുന്നുണ്ട്, ലാറ്ററൽ ഫോഴ്സ് വിഷ്ബോൺ എടുക്കുന്നുണ്ട്, ടോർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ടോർക്ക് ലോഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിഷ് ബോൺ ആണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷ് ബോൺ അല്ലെങ്കിൽ ഒരു ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷനിൽ വിഷ്ബോണുകൾ എടുക്കുന്ന, വിഷ്ബോണുകൾ ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷ്ബോണുകൾ ബിയർ ചെയ്യുന്ന ലോഡുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് എടുക്കുന്നുണ്ട്. അറിയാലോ എന്താണെന്ന്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് എന്താ? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വണ്ടി അല്ലെങ്കിൽ വാഹനം മുന്നോട്ട് ഓടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ലോഞ്ചിറ്റ്യൂഡിനലി എന്താണ്? ഒരു ഫോഴ്സ് ടുവേർഡ്സ് ദ ഫ്രണ്ടിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് ആക്ച്വലി ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് ആക്ട് ചെയ്യുക? പ്രധാനമായിട്ടും ആക്ട് ചെയ്യുന്ന ആ ടയറിൻ്റെയും റോഡിൻ്റെയും കോൺടാക്ട് പാച്ചിലാണ് ഈ ഫോഴ്സ് ഉണ്ടാവുക. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? നേരെ വിഷ് ബോണിലേക്ക് വരുമ്പോൾ വിഷ് ബോൺ എന്ത് ചെയ്യുന്നുണ്ട്? ആ ലോഡിനെ ബിയർ ചെയ്യുന്ന, ആ ലോഡിനെ ടേക്ക് ചെയ്യുന്ന, ആ ലോഡിനെ ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്? ഈ ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷനിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആരാ? വിഷ് ബോണുകൾ ഹാൻഡിൽ ചെയ്യാറുണ്ട് അല്ലേ? അതിനെ ഡിസിപ്പേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കളയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ലാറ്ററൽ ഫോഴ്സ്. അറിയില്ല എന്താണെന്ന്? സൈഡിലേക്കുള്ള ഈ സൈഡ് ത്രസ്റ്റിനാണ് എന്ത് പറയുക? ലാറ്ററൽ ഫോഴ്സ് എന്നൊക്കെ പറയുക. ആ സൈഡ് ത്രസ്റ്റിനെ ആരെടുക്കാറുണ്ട്? വിഷ് ബോൺസ് എടുക്കാറുണ്ട്. ഈ ടോർക്ക് ലോഡ് അല്ലെങ്കിൽ ടോർക്ക് റിയാക്ഷൻ എന്താ? അറിയാലോ, നമ്മൾ ഈ മുന്നോട്ട് പോകുമ്പോഴായിക്കോട്ടെ പിന്നോട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ട്രാക്റ്റീവ് എഫേർട്ട് അല്ലേ, നമ്മൾ ട്രാക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കൊടുക്കുക. അപ്പോൾ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ ട്രാക്റ്റീവ് എഫേർട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മളൊന്ന് കുറച്ച് ബാക്കിലോട്ട് നീങ്ങുമല്ലോ, ഇനർഷ്യ കാരണം കുറച്ച് ബാക്കിലോട്ട് നീങ്ങും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരിക? ഇനർഷ്യയാണ്, ശരിയാണ്, അത് നമ്മൾ ബാക്കിലോട്ട് നീങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ഇനർഷ്യയാണ്. എന്നാൽ ഇതേ നമ്മുടെ എന്താണ് ഈ മുന്നോട്ട് നമ്മൾ ട്രാക്റ്റീവ് എഫേർട്ട് നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ ഈ നമ്മുടെ ആക്സിലുകളിലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ സസ്പെൻഷൻ ലിങ്കേജുകളിലും ഒക്കെ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അല്ല, ഒരു ടോർക്ക് റിയാക്ഷൻ, ഒരു മൊമെൻറ്റ് എവിടെ ഉണ്ടാവും? ഈ പറയുന്ന ആക്സിലൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നോട്ടാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആക്സിലിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടോർക്ക് റിയാക്ഷൻ ഉണ്ടാവും. അത് പുറകിലോട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ടോർക്ക് ലോഡ് അല്ലെങ്കിൽ ടോർക്ക് റിയാക്ഷൻ എന്നൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിഷ് ബോണുകൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ് എടുക്കുന്നു, ലാറ്ററൽ ഫോഴ്സ് എടുക്കുന്നു, ടോർക്ക് റിയാക്ഷൻ എടുക്കുന്നു. സ്പ്രിംഗ് എന്താ ചെയ്യുക? സ്പ്രിംഗ് സപ്പോർട്ട്സ് വെർട്ടിക്കൽ ലോഡ്. അപ്പോൾ വെർട്ടിക്കൽ ലോഡാണ് ആര് സപ്പോർട്ട് ചെയ്യുക? സ്പ്രിംഗ് സപ്പോർട്ട് ചെയ്യുന്ന എന്താ? വെർട്ടിക്കൽ ലോഡാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൃത്യമാണ്. ഇനി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? യൂസ്ഡ് ഇൻ സ്പോർട്സ് ആൻഡ് പ്രീമിയം കാർ അല്ലേ? സ്പോർട്സ് കാറുകളിലും പ്രീമിയം കാറുകളിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് കാറുകളിലും ഒക്കെയാണ് ഈ ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷൻ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്? കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി, നമ്മുടെ വാഹനത്തിന് നല്ല സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ടയറും റോഡുമായിട്ട് നല്ല സ്റ്റെബിലിറ്റി കോൺടാക്റ്റ് ആവശ്യമുള്ള വാഹനങ്ങളിലാണ്, കൂടുതൽ അത്തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് എന്ത് ചെയ്യുക? ഈ ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷൻ യൂസ് ചെയ്യുക. അതായത് സ്റ്റെബിലിറ്റി ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന വാഹനങ്ങളിലൊക്കെ നമ്മൾ എന്താ കൊടുക്കുക? ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് നമ്മൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മളൊരു ബമ്പ് അല്ലെങ്കിൽ ഹമ്പ് കയറി കംപ്രഷനാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഈ കംപ്രഷൻ സമയത്ത് അതായത് നമ്മുടെ സസ്പെൻഷൻ്റെ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യപ്പെടുന്നു അല്ലേ? എന്താ പറയുന്നത്? അറ്റ് റെസ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ നോക്കാം എന്താ റെസ്റ്റ് ഇരിക്കുമ്പോഴുള്ള കാര്യം നോക്കാം. അറ്റ് റെസ്റ്റ് ദ വിഷ് ബോൺസ് ഹോൾഡ് ദ വീൽ ഇൻ കറക്റ്റ് അലൈൻമെൻറ്റ്. വിഷ് ബോൺസ് എന്ത് ചെയ്യുന്നു? കറക്റ്റ് അലൈൻമെൻറ്റിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീലിനെ ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് ദ സ്പ്രിംഗ് സപ്പോർട്ട്സ് ദ വെഹിക്കിൾ വെയിറ്റ് അല്ലേ?
ആരാ വെഹിക്കിളിന്റെ വെർട്ടിക്കൽ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുക? ആരാ? സ്പ്രിങ് ആണ് വെർട്ടിക്കൽ വെയിറ്റ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തേ. അപ്പോൾ നമ്മൾ വാഹനം റെസ്റ്റിലിരിക്കുമ്പോൾ, വാഹനം ഓടാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ വിഷ് ബോൺസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നമ്മുടെ വീലിനെ കറക്റ്റ് അലൈൻമെന്റിൽ വെക്കുന്നു. വിഷ് ബോൺസ് എന്ത് ചെയ്യുന്നു? കറക്റ്റ് അലൈൻമെന്റിൽ വെക്കുന്നു. ആൻഡ് സ്പ്രിങ് സപ്പോർട്ട്സ് ദ വെഹിക്കിൾസ് വെയിറ്റ്. സ്പ്രിങ് എന്ത് ചെയ്യുന്നു? വാഹനത്തിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. കൃത്യമാണ്. ഇനി ഓൺ എ ബംപ്, ഒരു ബമ്പിൽ കയറുമ്പോൾ എന്താ സംഭവിക്കുക? ബോത്ത് വീൽസ് റൊട്ടേറ്റ് അബൌട്ട് ദെയർ പിവോട്ട് പോയിന്റ്സ്, അല്ലേ? ബോത്ത് വീൽസ് റൊട്ടേറ്റ് അബൌട്ട് ദെയർ പിവോട്ട് പോയിന്റ്സ് അറ്റ് ദ ഷാസി. അപ്പോൾ എന്താണ് ഈ പിവോട്ട് പോയിന്റ്സ് എന്ന് അറിയാലോ? ഈ പറയുന്ന പോലെ ആ ഫ്രെയിമും നമ്മുടെ വിഷ് ബോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് പിവോട്ട് പോയിന്റ്. അത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ എന്താണ് വീലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് നക്കിളും വിഷ് ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോൾ ജോയിന്റ് സഹായത്തിലാണ്. അതിനെ നമ്മൾ പിവോട്ട് പോയിന്റ്സ് എന്ന് പറയാറുണ്ട്. കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ വീൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ പിവോട്ട് പോയിന്റ്സിന്റെ എബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ട്. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിനെ നമുക്കൊരു സർക്കിളിന്റെ ആർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു പിവോട്ട് പോയിന്റിന്റെ എബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് വീലുകൾ മൂവ് ചെയ്യുന്നു, അല്ലേ? അറ്റ് ദ ഷാസി. ഷാസിന്റെ അവിടെ ഈ പറയുന്ന പോലെ പിവോട്ട് പോയിന്റ്സിന് എബൌട്ടായിട്ട് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഷാസി എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഈ നമ്മളെ ഈ കൺട്രോൾ ആമുകളെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിഷ് ബോൺസിനെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഷാസിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഷാസിയുടെ പിവോട്ട് പോയിന്റ്സിന് എബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് വീലുകൾ എന്ത് ചെയ്യുന്നു? അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ ആണ് കൊടുക്കുക, ഒരു ആർക്കി ഫീലാണ് അവിടെ ഉണ്ടാവുക. ഒരു ആർക്കിന്, ഒരു വലിയ സർക്കിളിൻ്റെ ചെറിയൊരു ആർക്കാണല്ലോ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനങ്ങനെ പറയാം. ഇനി അതേസമയം എന്ത് ചെയ്യുന്നു? സ്പ്രിങ്ങുകൾ കംപ്രസസ് ആൻഡ് സ്റ്റോർസ് എനർജി. അപ്പോൾ ഇതിങ്ങനെ ഈ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീല് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ സ്പ്രിങ്ങിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? സ്പ്രിങ് കംപ്രസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? എനർജിയെ സ്റ്റോർ ചെയ്യുന്നു. സ്പ്രിങ് കംപ്രസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? എനർജിയെ സ്റ്റോർ ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡാമ്പർ എന്ത് ചെയ്യും? മക്കളെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ സാധനം, ഈ ബൗൺസിങ്ങിന് ഒന്ന് ഡിസിപ്പേറ്റ് ഒന്ന് എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ചെയ്യണം. അതിനൊന്ന് നിർത്തണം. അങ്ങനെ നിർത്തണമെങ്കിൽ എന്ത് വേണം? ഡാമ്പർ വേണം. അതെന്താണ്? ഷോക്ക് അബ്സോർബർ അല്ലെ ഡാമ്പർ എന്ന് പറയാം. ആ ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ ഡാമ്പർ എന്ത് ചെയ്യുന്നു? കൺട്രോൾസ് ദ സ്പീഡ് ഓഫ് കംപ്രഷൻ, അല്ലെങ്കിൽ ബൗൺസിങ്ങിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. ഡാമ്പർ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. എന്തിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു? ആ ബൗൺസിങ്ങിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് കംപ്രഷൻ സമയത്ത് എന്ത് ചെയ്യുക? സംഭവിക്കുന്ന കാര്യം. ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. റെസ്റ്റ് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഷ് ബോൺസ് നമ്മുടെ വീലിനെ കറക്റ്റ് അലൈൻമെന്റിൽ എന്ത് ചെയ്യുന്നു? പിടിച്ച് വെച്ചിരിക്കുന്നു. ആൻഡ് ദ സ്പ്രിങ് സപ്പോർട്ട്സ് ദ വെഹിക്കിൾ വെയിറ്റ്, അല്ലേ? സ്പ്രിങ് ആണ് എന്ത് ചെയ്യുക? വാഹനത്തിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി എപ്പോഴാണോ ഒരു ഹമ്പിൽ കയറുക അല്ലെങ്കിൽ ബമ്പിൽ കയറുക, എന്ത് ചെയ്യുന്നു? ഈ രണ്ട് വീലുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹമ്പിൽ കയറുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുമല്ലോ. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വീലുകൾ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയുന്ന കൺട്രോൾ ആമുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ പിവോട്ട് പോയിന്റ്സിന് എബൌട്ടായിട്ട് കൺട്രോൾ ആമുകൾ അല്ലെങ്കിൽ വീലുകൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. പിവോട്ട് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഷാസിയിൽ കൺട്രോൾ ആമുകളെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോയിന്റ് ആണ് പിവോട്ട് പോയിന്റ് എന്ന് പറയുക. അപ്പോൾ ആ പോയിന്റിന് എബൌട്ടായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വീലുകൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞല്ലോ, റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു മൂവ്മെന്റാ, അല്ലേ? വീൽ ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ്, ആ ഒരു മൂവ്മെന്റ് ഇതാണ് പിവോട്ട് പോയിന്റ് എന്ന് വെക്കുക. നിങ്ങൾ ഇത് നമ്മുടെ കൺട്രോൾ ആമുകൾ ഷാസിയിൽ പിവോട്ട് ചെയ്തിരിക്കുന്ന ഈ പിവോട്ട് പോയിന്റ് ആണ്. അപ്പോൾ ഈ പിവോട്ട് പോയിന്റിന് എബൌട്ടായിട്ടാണ് എന്ത് ചെയ്യുക? നമ്മുടെ വീലുകൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് ഇങ്ങനെ സർക്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഈ സർക്കിളിന്റെ ചെറിയ ആർക്കല്ലേ, അതുകൊണ്ടാണ് അവിടെ റൊട്ടേഷൻ എന്ന് പറയുക, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അല്ലാണ്ട് കറങ്ങല്ല അവിടെ കിടന്നിടാ, ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകരുത്. ഒരു വലിയ സർക്കിളിന്റെ ഒരു ചെറിയ ആർക്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് അതിന്റെ റൊട്ടേഷൻ എന്ന് പറയുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി സ്പ്രിങ് കംപ്രസസ് ആൻഡ് സ്റ്റോർസ് എനർജി. ഇങ്ങനെ ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സ്പ്രിങ് കംപ്രസ് ആവുകയും എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഡാമ്പർ കൺട്രോൾസ് ദ സ്പീഡ് ഓഫ് കംപ്രഷൻ. ഡാമ്പർ ആണ് എന്ത് ചെയ്യുക? അതിനെ ഡാമ്പ് ചെയ്ത് ആ ഒരു എനർജിയെ, കൈനറ്റിക് എനർജിയെ എന്ത് ചെയ്യുന്ന? ഡിസിപ്പേറ്റ് ചെയ്ത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാ? ഡാമ്പർ ആണ്, ഷോക്ക് അബ്സോർബർ ആണ്. ഇന്നലെ പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ? ശരി, ക്ലിയർ ആണ്. ഇനി അതിൻ്റെ ജോമെട്രി എന്തൊക്കെയാണെന്ന് നോക്കാം. ജോമെട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ പോയിന്റ് ഉണ്ട്, നല്ല ഇൻഡെപ്തിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പർ ആം എന്ന് പറയുന്നത് ഈസ് ഷോർട്ടർ ദാൻ ദ ലോവർ ആം. നമുക്ക് രണ്ട് ആമുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് കൺട്രോൾ ആമുകളുണ്ട്. ഒന്നെന്താ?
അപ്പർ കൺട്രോൾ ആം ഉണ്ട്, ഒന്നെന്താ ലോവർ കൺട്രോൾ ആം ഉണ്ട് അല്ലേ. അപ്പോൾ ആ അപ്പർ കൺട്രോൾ ആം എന്ന് പറയുന്നത് ലോവർ കൺട്രോൾ ആമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഷോർട്ടറാണ്, കുറച്ച് ചെറുതാണ്. അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനാ വെച്ചാൽ വീൽ ടിൽസ് സ്ലൈറ്റ്ലി ഇൻവേർഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാമ്പർ കീപ്പിംഗ് ദ ടയർ ഇൻ ബെറ്റർ റോഡ് കോണ്ടാക്ട്. അതാണ് അവിടുത്തെ കാര്യം. എന്തിനാണ് നമ്മൾ ഈ വെറുതെ ഒന്നും നമ്മൾ ഒന്നിലും ഒരു ജോമെട്രിയിൽ നമ്മൾ ഒന്നും കൈകടത്താറില്ല. നമുക്ക് എന്തെങ്കിലും നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ ദർ ഷുഡ് ബി എ സ്പെസിഫിക് റീസൺ ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പർ ആം കുറച്ച് ഷോർട്ടാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്താ, ഇപ്പോൾ ഇങ്ങനെ ഷോർട്ടാക്കിയാൽ എന്ത് ചെയ്യും, വീൽ എന്ത് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും, ടിൽറ്റ് ചെയ്യും. എങ്ങോട്ടേക്ക്, അകത്തേക്ക് ടിൽറ്റ് ചെയ്യും. അപ്പോൾ അപ്പർ ആം ഷോർട്ടാക്കിയാൽ മാത്രമേ വീല് കുറച്ച് അകത്തേക്ക് ടിൽറ്റ് ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഇൻവേർഡ് ടിൽറ്റ് ഓഫ് ദ വീൽസ് വെൻ വ്യൂഡ് ഫ്രം ദ ഫ്രണ്ട് ഓർ ബാക്ക് ഈസ് കോൾഡ് വാട്ട്, ഇസ് കോൾഡ് ക്യാമ്പർ അല്ലേ. ഒരു ചരിവ് അല്ലേ, നമ്മുടെ വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും നമ്മുടെ വീലിൻ്റെ ഇതാണല്ലോ വെർട്ടിക്കൽ പൊസിഷൻ, ആ വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും വീല് അകത്തേക്ക് ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ദിസ് ചരിവ് അല്ലെങ്കിൽ ദിസ് ആംഗിൾ when viewed from the front of the vehicle or back of the vehicle is called camber angle അല്ലേ. ക്യാമ്പർ എന്നാ പറയുക. ഇൻവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ക്യാമ്പർ, ഇത് വെർട്ടിക്കൽ പൊസിഷനിൽ നിന്നും ഈ വീല് പുറത്തേക്കാണ് ഇങ്ങനെ തള്ളി നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചരിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ അതെന്താ, അത് പോസിറ്റീവ് ക്യാമ്പറുമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ ഓർഡർ ടു ഹാവ് ദ പ്രോപ്പർ സ്റ്റെബിലിറ്റി ഓഫ് എ വെഹിക്കിൾ ഓൾവേസ് എ നെഗറ്റീവ് ക്യാമ്പർ ഈസ് പ്രിഫേർഡ്. എപ്പോഴും എന്താ, നെഗറ്റീവ് ക്യാമ്പറാണ് എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യപ്പെടുക. നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, പക്ഷേ അത് കുറച്ച് എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെബിലിറ്റി കൂട്ടുന്നത്. ദാറ്റ്സ് ഓക്കെ. എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്യാമ്പർ അങ്ങനെയാണെങ്കിൽ സാറേ എപ്പോഴും നെഗറ്റീവ് ക്യാമ്പർ പോലെ എന്ന് പറയാൻ പറ്റൂല. അങ്ങനല്ല, നമുക്ക് വേറെ കുറേ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മുടെ കാറിന് അല്ലെങ്കിൽ വാഹനത്തിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് വേണം, ആ ടയറും വീലുമായിട്ടുള്ള റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റ് എപ്പോഴും നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, ഒരു നെഗറ്റീവ് ക്യാമ്പർ വേണം. ആ നെഗറ്റീവ് ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ക്യാമ്പർ നമ്മൾ ഇൻവേർഡ് ടിൽറ്റ് ആണല്ലോ, ആ ഇൻവേർഡ് ടിൽറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് എന്ത് വെച്ചേക്കുക, ഈ പറയുന്ന അപ്പർ ആം കുറച്ച് ഷോർട്ടറാക്കി വെച്ചിരിക്കുക. അല്ലാണ്ട് വെറുതെ അല്ല, അത് വളരെ നല്ലൊരു പോയിന്റാണ്. സോ അപ്പർ ആം ഈസ് ഷോർട്ടർ, അപ്പർ ആം ഈസ് ഷോർട്ടർ ആണ്. അപ്പർ ആം എന്താണ്, ഷോർട്ടർ ദാൻ ദ ലോവർ ആം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വീൽ ടിൽസ് സ്ലൈറ്റ്ലി ഇൻവേർഡ്, അപ്പോൾ നെഗറ്റീവ് ക്യാമ്പർ ആണ് കൊടുക്കുക. കീപ്പിംഗ് ദ ടയർ ഇൻ ബെറ്റർ കോണ്ടാക്ട്, റോഡ് കോണ്ടാക്ട്. ആൻഡ് ആഫ്റ്റർ ദ ബമ്പിന് ശേഷം ദ സ്പ്രിങ് എക്സ്പാൻഡ്സ് ആൻഡ് പുഷസ് ദ വീൽ ബാക്ക്. അറിയാലോ, ബമ്പിന് ശേഷം എന്ത് ചെയ്യുന്നു, വീല് എക്സ്പാൻഡ് ചെയ്യുന്നു, നമ്മുടെ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ വീല് വീണ്ടും അതിൻ്റെ പഴയ സ്ഥിതിയിലാവുന്നു. ദ ഡാമ്പർ പ്രിവെൻറ്റ്സ് എക്സസ് ബൗൺസ് ആൻഡ് ദ ആംസ് റിട്ടേൺ ടു പൊസിഷൻ. ഇതാണെന്ത്, നമ്മുടെ ഡബിൾ വിഷ് ബോണിൻ്റെ ഒരു വർക്കിംഗ് ആയിട്ട് നമ്മൾ പറയുക. ആദ്യം എന്ത് ചെയ്യുന്നു, ബമ്പി കയറുമ്പം ആ ഒരു പിവോട്ട് പോയിന്റ് എബോട്ടായിട്ട് എന്ത് ചെയ്യുന്നു, വീല് മൂവ് ചെയ്യുന്നു, സ്പ്രിങ് കംപ്രസ് ചെയ്യുമ്പോൾ അവിടെയും അപ്പോഴേ ഡാമ്പിങ് തുടങ്ങും. ശരിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക, വീണ്ടും എന്ത്, കംപ്രഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, എക്സ്പാൻഷൻ കഴിയുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു പിവോട്ട് പോയിന്റ് എബോട്ടായിട്ട് കൺട്രോൾ ആം ടിൽറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ വീല് മൂവ് ചെയ്യുമല്ലോ, ആ വീൽ എന്ത് ചെയ്യും, പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. പിന്നെ വീണ്ടും കംപ്രസ് ആവുന്നു, വീണ്ടും എക്സ്പാൻഡ് ആവുന്നു, അങ്ങനെ ആണ് പോവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയാം. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പർ ആം എന്താണ്, ഷോർട്ടറാണ്. അതെന്തിനാ, നെഗറ്റീവ് ക്യാമ്പർ കൊടുക്കാനാണ്. നെഗറ്റീവ് ക്യാമ്പർ എപ്പോൾ കൊടുക്കുമ്പോൾ എന്താ ഉപയോഗം, നമുക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും, ബെറ്റർ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് ക്യാമ്പർ കൊടുക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ ആണ്, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കാണുന്ന കണക്ക് തന്നെയാണ്. കംപ്രഷനും എക്സ്പാൻഷനും. ഡാമ്പർ എന്ത് ചെയ്യുന്നു, ഡാമ്പ് ചെയ്യുന്നു, പ്രോപ്പറായിട്ടുള്ള എന്ത് കിട്ടുന്നു, നമുക്കൊരു ഒരു കംഫർട്ടായിട്ടുള്ള റൈഡ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക. ഇതാണ് ഡബിൾ വിഷ് ബോണിൻ്റെ വർക്കിംഗ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമ്മൾ ആരെയാണ് നോക്കാൻ പോവുക, മക്ഫേഴ്സൺ സ്ട്രട്ട് എന്ന് പറയുന്ന നമ്മൾ സാധാരണ കാറുകളിലൊക്കെ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളായിക്കോട്ടെ, ഒരു നോർമലി ഒരു 15-20 ലാക്സിനകത്തൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഒരു 16 ലാക്ക്, നമുക്ക് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ, പല വണ്ടികൾക്കും പലത് കൊടുക്കാറുണ്ട്. എങ്കിലും നോർമലി നമ്മുടെ നോർമൽ വാഹനങ്ങളിൽ ഇപ്പോൾ സ്വിഫ്റ്റ് ആയാലും, സ്വിഫ്റ്റ് ഡിസയർ ആയാലും, ഇപ്പോൾ ഹോണ്ട സിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാറുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, വെർണയ്ക്ക് അതാണെന്ന് തോന്നുന്നു, അതൊക്കെ കൊടുക്കുന്നത് എന്താണ്, ഈ മക്ഫേഴ്സൺ സ്ട്രട്ടാണ്. നമ്മൾ നോർമലി കാണുന്ന നമ്മുടെ നിരത്തുകളിലൂടെ കാണുന്ന കാറുകൾക്കെല്ലാം
നമ്മൾ കൊടുക്കുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നതാണ് മക്ഫേഴ്സൺ സ്ട്രട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഈ ഫിഗർ ആദ്യം നോക്കുക. അതിനകത്ത് എന്തുണ്ട്? ഈ പറയുന്ന ഇത് നമ്മുടെ ഫ്രെയിമിൻ്റെ മെമ്പറാണ്, സോറി നമ്മുടെ ബോഡിയിലെ മെമ്പറാണ്. ബോഡിയിൽ കണക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഫ്രെയിമിൽ കണക്ട് ചെയ്തേക്കായിരിക്കും, ഫ്രെയിമിൽ കണക്ട് ചെയ്തേക്കാണ്. അവിടെ നിന്ന് താഴെ വരുന്നത് ഇതാണ് എന്ത്? ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത്, ഡാമ്പർ. ആ ഡാമ്പറിൻ്റെ കൂടെ തന്നെ എന്തുണ്ട് നമുക്ക് ഈ പറയുന്നത് പോലെ സ്പ്രിംഗ് ഉണ്ട്. സോ എ ഡാമ്പർ പ്ലസ് എ സ്പ്രിംഗ് അസംബ്ലി നമ്മൾ എവിടെയോ ഇത് കണ്ടിട്ടുണ്ട് അല്ലേ? ഡാമ്പർ പ്ലസ് സ്പ്രിംഗ് അസംബ്ലി നമ്മൾ എന്താ പറയുക? സ്ട്രട്ട് എന്നാ പറയുക അല്ലേ? സ്ട്രട്ട് എന്ന് പറയുക. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുക? മക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷൻ എന്ന് പറയുക. അപ്പോൾ അവിടെ ഇത്രയും ഭാഗം ഇത് ഡാമ്പറാണ്, ഇത് സ്പ്രിംഗ് ആണ്. സോ ദിസ് പാർട്ട് ഈസ് കോൾഡ് എന്ത്? അല്ലെങ്കിൽ ഇത്രയും പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ഒരു സ്ട്രട്ട് അസംബ്ലി എന്ന് പറയുക. ഇനി അവിടെ നിന്ന് നമുക്ക് എന്തുണ്ട്? ഒരു വിഷ് ബോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഷ് ബോൺ ഇവിടെ എന്തുണ്ട്? നമുക്കൊരു നക്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് വിഷ് ബോൺ. അപ്പോൾ ഇവിടെ ഒരു വിഷ് ബോണേ ഉള്ളൂ. നമ്മൾ 2 വിഷ് ബോൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആകെ എന്തുണ്ട്? ഒരൊറ്റ വിഷ് ബോണേ ഉള്ളൂ. സോ എ സിംഗിൾ വിഷ് ബോൺ ഈസ് യൂസ്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത്. നമുക്ക് എന്തുണ്ട്? നമുക്ക് സ്ട്രട്ട് ഉണ്ട്, പിന്നെ ഒരു ലോവർ വിഷ് ബോൺ ഉണ്ട്, പിന്നെ നക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മക്ഫേഴ്സൺ സ്ട്രട്ടിൻ്റെ ഫിഗറിൽ നിന്ന് നമുക്ക് കൺസ്ട്രക്ഷണൽ വൈസ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. only the lower wishbone is used. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഒരു മാർക്കാണ്. ഇതെല്ലാം മാർക്കുകളാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോയിന്റ് എല്ലാം തന്നെ എന്താണ്? മാർക്കുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പറക്കി വെച്ചേക്കുന്ന പോയിന്റുകളാണ്. only the lower wishbone is used. ഇതിനകത്ത് മക്ഫേഴ്സൺ സ്ട്രട്ടിനകത്ത് നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? ലോവർ വിഷ്ബോൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ എവിടെയായിരുന്നു നമ്മൾ 2 വിഷ് ബോൺ യൂസ് ചെയ്തിരുന്നേ? എവിടെയായിരുന്നു? നമ്മുടെ ഡബിൾ വിഷ് ബോണിൽ. എൻ്റെ പേര് തന്നെ അങ്ങനെയാണ്, ഡബിൾ വിഷ് ബോൺ എന്ന. ഡബിൾ വിഷ് ബോണിൽ നമ്മൾ 2 വിഷ് ബോണും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ മക്ഫേഴ്സൺ സ്ട്രട്ടിൽ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? സിംഗിൾ വിഷ് ബോൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ വിഷ് ബോൺ അതിലേതാ? അപ്പറാണോ യൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ എന്താ യൂസ് ചെയ്യുക? ലോവർ വിഷ് ബോൺ ആണ് യൂസ് ചെയ്യുക. ഇനി സ്ട്രട്ട് ഈസ് ഈക്വൽ ടു എന്താ? ഷോക്ക് അബ്സോർബർ പ്ലസ് കോയിൽ സ്പ്രിംഗ് അസംബ്ലിയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ട്രട്ട് എന്ന് പറയുക. എന്താണ് സ്ട്രട്ട്? സ്ട്രട്ട് ഈസ് ഈക്വൽ ടു ഷോക്ക് അബ്സോർബർ പ്ലസ് കോയിൽ സ്പ്രിംഗ് അസംബ്ലിയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രട്ട് എന്ന് പറയുക. ഇനി വിഷ്ബോൺ ഈസ് ഹിഞ്ച്ഡ് ടു ദ ക്രോസ് മെമ്പർ. വിഷ്ബോൺ എന്താണ്? ക്രോസ് മെമ്പറുമായിട്ട് ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിഷ്ബോൺ ഇവിടെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ക്രോസ് മെമ്പറുമായിട്ട് ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. എന്താണ്? വളരെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്യാമ്പർ ഡസൻറ്റ് ചേഞ്ച്. ക്യാമ്പർ എന്ത് ചെയ്യുന്നില്ല? ക്യാമ്പറിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡബിൾ വിഷ് ബോൺ പറഞ്ഞപ്പോൾ നമ്മൾ നെഗറ്റീവ് ക്യാമ്പറാണ് കൊടുത്തത്. നെഗറ്റീവ് ക്യാമ്പർ കൊടുത്തു നമ്മൾ, അത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് കൊടുത്തത്. അത് മാത്രമല്ല നമ്മൾ ഈ പറയുന്നത് പോലെ ഹമ്പും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ ക്യാമ്പർ ആംഗിൾ എന്ത് ചെയ്യും? എല്ലാ വാഹനങ്ങൾക്കും പെട്ടെന്ന് ചിലപ്പോൾ ക്യാമ്പർ ആംഗിളൊക്കെ ചേഞ്ച് ആവാം. അങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ആ ക്യാമ്പർ ആംഗിൾ ചേഞ്ച് ആകുന്ന ചേഞ്ചിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെ ആർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന ഡബിൾ വിഷ് ബോണിന് ആ ക്യാമ്പർ ആംഗിളിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ക്യാമ്പർ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ആർക്കുണ്ട്? ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷൻ ഉണ്ട്. അതായത് നമ്മൾ ആ ഡബിൾ വിഷ് ബോൺ ടൈപ്പ് സസ്പെൻഷന് കൊടുത്തിരുന്ന ക്യാമ്പർ ആംഗിൾ നെഗറ്റീവ് ആണല്ലോ. ആ ക്യാമ്പർ ആംഗിൾ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു എബിലിറ്റി ആർക്കുണ്ട്? ഡബിൾ വിഷ് ബോണിനുണ്ട്. അതെന്താ? അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുക. എന്നാൽ ഈ പറഞ്ഞ ഒരു കഴിവ് ആർക്കില്ല. ഈ ക്യാമ്പർ ആംഗിൾ ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമ്പർ ചേഞ്ച് ആകുന്നില്ല. അതാണ് പ്രശ്നം. ക്യാമ്പർ ചേഞ്ച് ആകുന്നില്ല, അല്ലെങ്കിൽ ആ ചേഞ്ച് ആകുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ മക്ഫേഴ്സൺ സ്ട്രട്ടിനില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്യാമ്പർ ചേഞ്ച് ആകുന്നില്ല. ക്യാമ്പർ ഡസൻറ്റ് ചേഞ്ച്. കോമൺ ഇൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? സാധാരണഗതിയിൽ മക്ഫേഴ്സൺ സ്ട്രട്ട് കൊടുക്കുക. ക്യാമ്പർ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ആകുന്നില്ല. ഡബിൾ വിഷ് ബോണിൽ ക്യാമ്പർ ചേഞ്ച് ആകും. ആ ക്യാമ്പർ ചേഞ്ചിനെ അക്കമ്പനി ചെയ്യാനുള്ള സെറ്റപ്പ് ആർക്കുണ്ട്? കഴിവ് ആർക്കുണ്ട്? ഡബിൾ വിഷ് ബോണിനുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഹൈ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ എന്തില്ല? ക്യാമ്പർ ആംഗിൾ ചേഞ്ച് ആകുന്നുമില്ല. ഇനി അഥവാ ചേഞ്ച് ആയാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കഴിവും ആർക്കില്ല? ഈ പറയുന്ന പോലെ ഡബിൾ വിഷ് നമ്മുടെ മക്ഫേഴ്സൺ സ്ട്രട്ടിനില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ചേഞ്ച് ആകാത്ത രീതിയിലാണ് എന്ത് ചെയ്യുക? അതിൻ്റെ സെറ്റപ്പ്
കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ്പർ ആംഗിൾ ചേഞ്ച് ആകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്? ലോവർ വിഷ് ബോൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷോക്ക് അബ്സോർബറിൻ്റെയും കോയിൽ സ്പ്രിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഇനി വിഷ് ബോൺ ഈസ് ഹിഞ്ച്ഡ് ടു ദ ക്രോസ് മെമ്പർ. വിഷ് ബോൺ എന്താ? ക്രോസ് മെമ്പറുമായിട്ട് ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുക. ക്യാമ്പർ ഡസൻ ചേഞ്ച് ആൻഡ് കോമൺ ഇൻ ഫ്രണ്ട് വീൽ കാർ. ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറുകളിലാണ് എന്ത് യൂസ് ചെയ്യുക? നമ്മുടെ ഈ പറഞ്ഞ പോലെ മക്ഫേഴ്സൺ സ്ട്രട്ട് യൂസ് ചെയ്യുക. കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്നു. പ്രൊവൈഡ്സ് മാക്സിമം എൻജിൻ കമ്പാർട്ട്മെൻറ്റ് സ്പേസ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് സസ്പെൻഷനാണ് മാക്സിമം എൻജിൻ കമ്പാർട്ട്മെൻറ്റ് സ്പേസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഏതാ? മക്ഫേഴ്സൺ സ്ട്രട്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഇത് തെറ്റാൻ പാടില്ല. ഏതാ ഏറ്റവും മാക്സിമം എൻജിൻ കമ്പാർട്ട്മെൻറ്റ് സ്പേസ് കൊടുക്കുന്ന ഏത് ടൈപ്പ് ഓഫ് സസ്പെൻഷനാണ്? മക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷനാണ്. മാക്സിമം എൻജിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം എൻജിൻ കമ്പാർട്ട്മെൻറ്റ് സ്പേസ്, എൻജിൻ കപ്പാസിറ്റി അല്ല, എൻജിൻ കമ്പാർട്ട്മെൻറ്റ് സ്പേസ് കൊടുക്കുന്ന ആരാ? മക്ഫേഴ്സൺ സ്ട്രട്ട് ടൈപ്പ് സസ്പെൻഷനാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.